പുസ്തകം 8 അധ്യായം 7. പരിശുദ്ധ കന്യകയുടെ സംസ്കാരവും സ്വർഗാരോപണവും. പരിശുദ്ധ മറിയത്തിന്റെ മരണശേഷം അപ്പസ്തോലരും ശിഷ്യഗണവും സഭാവിശ്വാസികളും ദുഃഖഭാരത്താൽ തകർന്നു പോകാതിരിക്കാൻ അവർക്ക് സാന്ത്വനം നൽകുകയും പുതിയ അനുഭവങ്ങളിലേക്ക് അവരെ നയിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. അവരുടെ സങ്കടം അവരെ ഏറെ ഭാരപ്പെടുത്തിയിരുന്നു. ഈ ജീവിതത്തിൽ തങ്ങൾക്ക് വന്നു ഭവിച്ച നഷ്ടം നികത്താനാവാത്തതാണെന്നുള്ള ചിന്ത അവരെ കൂടുതൽ ക്ലേശിപ്പിച്ചു. ഇതുപോലെയൊരു അമൂല്യനിധിയുടെ നഷ്ടം എങ്ങനെയാണ് പരിഹരിക്കുക? അമ്മയുടെ വ്യാപാരങ്ങളും സ്നേഹസൗഹൃദവും ഭാഷണവുമെല്ലാം അമ്മയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഹൃദ്യമായ അനുഭവമായിരുന്നു. അപ്രകാരമുള്ള ഒരാളുടെ സംരക്ഷണവും സഹവർത്തിത്വവും പൊടുന്നനെ നഷ്ടമായപ്പോൾ ആ നഷ്ടം അവർക്ക് ജീവശ്വാസം നിന്നു പോയതുപോലുള്ള അനുഭവമാണ് സമ്മാനിച്ചത്. എന്നാൽ അവരുടെ സങ്കട കാരണം കൃത്യമായി മനസ്സിലാക്കിയ ദൈവം രഹസ്യമായി അവർക്ക് സാന്ത്വനവും പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരുന്നു. അതിൻ പ്രകാരം അവർ മറിയത്തിന്റെ പരിശുദ്ധ ശരീരം ഉചിതമായ രീതിയിൽ സംസ്കരിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ട ഒരുക്കങ്ങളുമായി മുന്നോട്ടു പോയി. അപ്പസ്തോലന്മാരിൽ ചിലർ ഈ ദൗത്യം ഏറ്റെടുത്തു. അതനുസരിച്ച് അവർ ഒരുമിച്ചുകൂടി അവരുടെ രാജ്ഞിയുടെ ദിവ്യശരീരം യോഗ്യമാവണ്ണം സംസ്കരിക്കുന്നതിനുള്ള ആലോചനകൾ നടത്തി. ഈ ആവശ്യത്തിനായി അത്ഭുതകരമായ രീതിയിൽ ദൈവപുത്രൻ തന്നെ തയ്യാറാക്കിയ ഒരു പുതിയ കബറിടം അവർ കണ്ടെത്തി. യഹൂദരുടെ കീഴ്വഴക്കമനുസരിച്ച് അവർ കർത്താവിന്റെ ദിവ്യശരീരം മരണശേഷം സുഗന്ധദ്രവ്യങ്ങളും തൈലങ്ങളും പൂശി വിശുദ്ധ കച്ചിയിൽ പൊതിഞ്ഞ് കല്ലറയിലേക്ക് സംവഹിച്ച കാര്യമോർത്തു. പരിശുദ്ധ അമ്മയുടെ കന്യാശരീരവും അതുപോലെയല്ലാതെ മറ്റു തരത്തിൽ സംസ്കരിക്കുന്ന കാര്യം അവർക്ക് ചിന്തിക്കാനാവുകയില്ലായിരുന്നു. അതിൻ പ്രകാരം അവർ പരിശുദ്ധ രാജ്ഞിയുടെ സഹായികളായിരുന്ന 2 കന്യകമാരെ വിളിച്ചു. ഇവർ 2 പേരെയുമായിരുന്നു പരിശുദ്ധ അമ്മ തന്റെ മേൽവസ്ത്രങ്ങളുടെ അവകാശിനികളായി നിശ്ചയിച്ചിരുന്നത്. പരിശുദ്ധ രാജ്ഞിയുടെ തിരുശരീരം ഏറ്റവും ഭവ്യതയോടും ഭക്തിയോടും കൂടെ സുഗന്ധാഭിഷേകം ചെയ്ത് കച്ചിയിൽ ഭദ്രമായി പൊതിഞ്ഞ് ശവപ്പെട്ടിയിൽ വയ്ക്കാൻ അവർക്ക് നിർദ്ദേശം കൊടുത്തു. അതനുസരിച്ച് അതീവ ഭയഭക്തി ബഹുമാനങ്ങളോടെ ആ കന്യകമാർ 2 പേരും പരിശുദ്ധ മാതാവിന്റെ തിളക്കമാർന്ന ശരീരം മഞ്ചത്തിൽ വിശ്രമിക്കുന്ന അറയ്ക്കുള്ളിൽ പ്രവേശിച്ചു. എന്നാൽ ശരീരത്തിൽ നിന്ന് പ്രസരിക്കുന്ന പ്രകാശവീചികൾ കണ്ണുകളെ അന്ധമാക്കിയത് മൂലം ആ ശരീരം നേരിട്ട് കാണുന്നതിനോ സ്പർശിക്കുന്നതിനോ അവർക്ക് സാധിച്ചില്ല. അത് എവിടെയാണ് കുടികൊള്ളുന്നതെന്ന് നിശ്ചയിക്കാൻ പോലും കഴിഞ്ഞില്ല. അവർ പ്രവേശിച്ച വേളയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ഭയഭക്തിയോടെ അവർ പുറത്തേക്ക് വന്നു. വലിയ ആവേശത്തോടെ അവർ സ്ലീഹന്മാരോട് തങ്ങൾക്കുണ്ടായ അനുഭവം വിവരിച്ചു. ഇതു കേട്ട അപ്പസ്തോലർ ഒരു കാര്യം ഉറപ്പിച്ചു. അത് ദൈവം അവരിൽ നിക്ഷേപിച്ച ജ്ഞാനമായിരുന്നു. അതായത്, മാതാവാകുന്ന ഈ പുതിയ വാഗ്ദത്ത പേടകം സാധാരണ രീതിയിൽ സ്പർശിക്കുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്യേണ്ടതല്ല എന്ന സത്യം അവരറിഞ്ഞു. തുടർന്ന് വിശുദ്ധ പത്രോസും വിശുദ്ധ യോഹന്നാനും പ്രാർത്ഥനാ സങ്കേതത്തിനുള്ളിൽ പ്രവേശിച്ച് ആ പ്രഭ കണ്ടു. അതേസമയം തന്നെ അവർ മാലാഖമാർ പാടിയ സ്വർഗീയ സംഗീതം ശ്രവിക്കുകയും ചെയ്തു. ആ മാലാഖമാർ പാടിയത് ഇപ്രകാരമായിരുന്നു: ദൈവകൃപ നിറഞ്ഞ മറിയമേ, നിനക്കു സ്വസ്തി, കർത്താവ് നിന്നോടു കൂടെ. ഒരു വിഭാഗം ഇപ്രകാരം പാടിയപ്പോൾ മറുഭാഗം മറുപടിയായി പാടി: ശിശുവിന് ജന്മം നൽകും മുൻപേ കന്യക, പ്രസവ സമയത്തും അവൾ കന്യക, ശിശുവിന് ജന്മം നൽകിക്കഴിഞ്ഞും അവൾ കന്യക തന്നെ. അന്ന് തുടങ്ങി പിന്നീട് വന്ന കാലങ്ങളിലെല്ലാം വിശ്വാസികൾ പരിശുദ്ധ മറിയത്തെ മേൽപ്പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചാണ് വാഴ്ത്തി പുകഴ്ത്തിയിരുന്നത്. അവരിൽ നിന്നും പൈതൃകമായി നമുക്ക് ആ വചനം ലഭിക്കുകയും പരിശുദ്ധ സഭ അതിനെ അംഗീകരിച്ച് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. വിശുദ്ധ സ്ലീഹന്മാരായ പത്രോസും യോഹന്നാനും തങ്ങൾ അപ്പോൾ കേട്ട മഹാരാജ്ഞിയുടെ പുകഴ്ചകളിൽ ആമഗ്നരായി ഏറെ നേരം ബഹുമാനാദരവുകളോടെ നിലകൊണ്ടു. എന്തു ചെയ്യണമെന്നറിയാതെ അവർ കർത്താവിന്റെ സന്ദേശത്തിനായി മുട്ടിന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അവർ ഒരു സ്വരം കേട്ടു: ആ പരിശുദ്ധ ശരീരം വസ്ത്രങ്ങൾ നീക്കാതെയും സ്പർശിക്കപ്പെടാതെയും ഇരിക്കട്ടെ. അപ്പോഴേക്കും ശരീരം പ്രസരിപ്പിച്ചിരുന്ന പ്രകാശം കാഴ്ച മറയ്ക്കത്തക്ക വിധം മങ്ങിത്തുടങ്ങിയിരുന്നു. ദൈവസന്ദേശം ലഭിച്ച ഉടനെ അവർ ഒരു ശവമഞ്ചം കൊണ്ടുവന്നു. അവർ അമ്മ കിടന്ന മഞ്ചത്തെ ഭക്തിയാദര പുരസരം സമീപിച്ച് അവരുടെ കൈകളാൽ വസ്ത്രത്തിന്റെ അറ്റങ്ങൾ പിടിച്ചുയർത്തി. ആ നിലയിൽ പരിശുദ്ധമായ ആ കന്യാമേരിയെ എപ്രകാരമാണോ മഞ്ചലിൽ കിടന്നത് അതേപോലെ തന്നെ മഞ്ചലിൽ കിടത്തി. അവർക്കിത് ചെയ്യുന്നത് ഏറെ എളുപ്പമായിരുന്നു. എന്തെന്നാൽ തിരുശരീരം ഭാരരഹിതമായിരുന്നു. വസ്ത്രത്തിന്റെ ലഘുഭാരം മാത്രമേ അനുഭവപ്പെട്ടുള്ളൂ. മഞ്ചലിൽ ശയിച്ച ശരീരത്തിന്റെ പ്രഭാവലയം അല്പം കുറഞ്ഞിരുന്നു.
അതിനാൽ അവിടെ കൂടിയിരുന്നവർക്കെല്ലാം ആ ശരീരം വ്യക്തമായി കാണാൻ കഴിഞ്ഞു. ആ ദർശനം അവർക്ക് വലിയ സമാശ്വാസം പകർന്നു. എന്തെന്നാൽ അപ്പോൾ ദിവ്യരാജ്ഞിയുടെ ശോഭയാർന്ന മുഖവും സുന്ദരമായ 2 കരങ്ങളും കാണുന്നത് ആനന്ദകരമായ അനുഭവമായിരുന്നു. സർവശക്തനായ ദൈവം തന്റെ പ്രത്യേക കൃപയാൽ സ്വർഗത്തിന്റെ വാസഗേഹമാകുന്ന ആ തിരുമേനിയുടെ മുഖവും കരങ്ങളുമല്ലാതെ യാതൊന്നും ലോകദൃഷ്ടിയിൽ കാണാൻ അനുവദിച്ചില്ല. വരാനിരിക്കുന്ന കാലത്ത് ലോകമെങ്ങും മനുഷ്യർ ദർശിച്ച് തിരിച്ചറിയുകയും വണങ്ങുകയും ചെയ്യുന്ന ദീപ്തിയാർന്ന വദനം. അവൾ ലോകത്തിലായിരിക്കുമ്പോൾ മറ്റുള്ളവർക്കായി വേല ചെയ്ത സുന്ദരകരങ്ങൾ. ഇവയല്ലാതെ മറ്റൊന്നും ബാഹ്യലോകത്തിന് ഗോചരമാകുകയില്ല. സ്വശരീരത്തെ സംരക്ഷിക്കുന്നതിന് നമ്മുടെ കർത്താവ് വ്യഗ്രത കാട്ടിയിരുന്നില്ല. എന്നാൽ തന്റെ മാതാവായ പരിശുദ്ധ മറിയത്തിന്റെ കാര്യത്തിൽ അവിടുന്ന് ഏറ്റവും വ്യഗ്രത കാണിച്ചു. അവളുടെ അമലോത്ഭവ വേളയിൽ അവിടുന്ന് അവളെ തന്റെ ഛായയിൽ ഉരുവാക്കി. അപ്രകാരം തന്നെ ജനനത്തിലും മറ്റെല്ലാ മനുഷ്യരുടെയും കാര്യത്തിൽ എന്ന പോലെ അവളെ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. അവിടുന്ന് എല്ലാവിധ പ്രലോഭനങ്ങളിലും നിന്ന് സംരക്ഷിച്ചു. സത്യത്തിൽ പരിശുദ്ധ അമ്മ തന്റെ ഈ ലോക ജീവിതകാലത്ത് തന്നെ മരണശേഷം തന്റെ ശരീരം ആരും ദർശിക്കരുത് എന്ന് നിർദ്ദേശിച്ചിരുന്നു. ഈ നിർദ്ദേശം നടപ്പാക്കപ്പെടുകയും ചെയ്തു. ശ്ലീഹന്മാർ തുടർന്ന് അവളുടെ ശരീരം മറവു ചെയ്യുന്നതിനെപ്പറ്റി ആലോചനകൾ നടത്തി. അവരുടെ തീരുമാനം ജെറുസലേമിലെ വിശ്വാസി സമൂഹം അറിഞ്ഞു. അവർ മെഴുകുതിരികൾ കത്തിച്ച് ശവമഞ്ചത്തിന് ചുറ്റും സ്ഥാപിച്ചു. ആ മെഴുകുതിരികൾ എല്ലാം അപ്പോൾ തുടങ്ങി 3 ദിനങ്ങൾ ഉരുകിത്തീരുകയോ അണഞ്ഞു പോകുകയോ ഏതെങ്കിലും തരത്തിൽ രൂപമാറ്റം വരുകയോ ചെയ്യാതെ എരിഞ്ഞു നിന്നു. മേൽ പറഞ്ഞത് കൂടാതെ മറ്റനേകം അത്ഭുതങ്ങളും ആ സമയത്ത് അവിടെ നടന്നു. അവയൊക്കെയും ലോകത്ത് അറിയപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായി മേൽ പറഞ്ഞ കാഴ്ച കാണാൻ താൽപ്പര്യമില്ലാഞ്ഞിട്ടുകൂടി ജെറുസലേമിലെ ജനങ്ങളെയെല്ലാം അവിടെയെത്താൻ ദൈവം പ്രചോദിപ്പിച്ചു. ആ ദിവ്യശരീരം അപ്പസ്തോലന്മാർ ഒന്നുചേർന്ന് അവരുടെ തോളുകളിൽ വഹിച്ചു. ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ നിറകുടമായ അനുഗ്രഹങ്ങളുടെ കേന്ദ്രമായ കന്യകയെ പുതിയ നിയമത്തിന്റെ പുരോഹിതർ ആദരവോടെ ഊട്ടുശാല മന്ദിരത്തിൽ നിന്നും സംവഹിച്ച് ജെറുസലേമിലെ പുരുഷാരങ്ങളുടെ കൺമുൻപിൽ കൂടി നഗരത്തിനു പുറത്തുള്ള ജോസഫാത്തിന് താഴ്വരയിലേക്ക് യാത്രയായി. ഒരേ സമയം സ്വർഗീയവും ലൗകികവുമായ അകമ്പടിക്കാരാൽ അനുധാവനം ചെയ്യപ്പെട്ട് ശ്ലീഹന്മാർ പരിശുദ്ധ മേനിയെ വഹിച്ചുകൊണ്ട് അന്തിമ വിശ്രമവേദിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആ വഴിയിൽ വലിയ അനേകം അത്ഭുതങ്ങൾ സംഭവിച്ചത് വിസ്താര ഭയത്താൽ വിട്ടുകളയുന്നു. വഴിയരികിൽ നിന്ന സകല രോഗികളും പൂർണ്ണ സൗഖ്യം നേടി. പിശാചുബാധിതർ മോചിതരാക്കപ്പെട്ടു. യഹൂദരും പുറജാതിക്കാരുമായ അനേകർ പൊടുന്നനെ മാനസാന്തരപ്പെട്ടു. എന്തെന്നാൽ ഈ സമയത്ത് ദൈവത്തിന്റെ കരുണയുടെ ഭണ്ഡാകാരം തുറക്കപ്പെട്ടു. അവർ അവിടുത്തെ അറിഞ്ഞ് നമ്മുടെ രക്ഷകനെ സത്യദൈവവും പരിത്രാണകനുമായി ഏറ്റുപറഞ്ഞ് മാമോദീസ സ്വീകരിച്ചു. തുടർന്ന് വന്ന ദിവസങ്ങളിൽ അപ്പസ്തോലരും ശിഷ്യരും വിശ്രമമില്ലാതെ ജോലി ചെയ്യേണ്ടി വന്നു. എന്തെന്നാൽ ആ ദിനത്തിൽ വിശ്വാസം സ്വീകരിച്ച അനേകായിരങ്ങൾക്ക് മതബോധനം നൽകുകയും അവർക്ക് മാമോദിസ കൊടുക്കുകയും ചെയ്യേണ്ടിയിരുന്നു. ശ്ലീഹന്മാർ ആ തിരുശരീരം വഹിച്ചുകൊണ്ടു പോകവേ അവരുടെ ഉള്ളിൽ സ്വർഗീയ പ്രകാശത്തിന്റെ സാന്ത്വനം വഴിഞ്ഞൊഴുകിയ അനുഭവം ലഭ്യമായി. ആ ജനസഞ്ചയം മുഴുവൻ അവിടെങ്ങും പരന്ന സ്വർഗീയ സുഗന്ധം ആസ്വദിച്ചും അലൗകിക സംഗീതം ശ്രവിച്ചും അത്ഭുതങ്ങൾ കണ്ടും വിസ്മയഭരിതരായിത്തീർന്നു. അവർ ദൈവമഹത്വം പ്രഘോഷിച്ചു. ഈ സൃഷ്ടിയിൽ പ്രതിഫലിച്ച ദൈവമഹത്വം എത്ര ശക്തമെന്ന് അവർ ഏറ്റുപറഞ്ഞു. തങ്ങളുടെ പാപങ്ങളെപ്പറ്റി പശ്ചാത്തപിച്ച് കഠിന ദുഃഖത്താൽ മാറത്തടിച്ചു കരഞ്ഞു. ആ സംസ്കാരയാത്ര ജോസഫാത്തിന് താഴ്വരയിലെ കബറിടത്തിലെത്തി. അപ്പോൾ ശ്ലീഹന്മാരായ പത്രോസും യോഹന്നാനും അമ്മയെ മരണവേളയിൽ മഞ്ചലിൽ കിടത്തിയതുപോലെ അവിടെ നിന്നും എടുത്ത് കബറിടത്തിനുള്ളിൽ വച്ചു. അവർ തന്നെ വക്കുശീല കൊണ്ട് ദേഹത്തെ പുതപ്പിച്ചു. അവസാന കർമ്മങ്ങൾ ചെയ്തത് മാലാഖമാരുടെ കരങ്ങളായിരുന്നു. അവർ മറ്റു കബറടക്കങ്ങളിൽ ചെയ്യുന്നത് പോലെ തന്നെ കല്ലറവാതിലിൽ ഒരു വലിയ കല്ലുരുട്ടി മറച്ചു. അതിനുശേഷം സ്വർഗദൂതർ ദൈവസന്നിധിയിലേക്ക് മടങ്ങി. ആ സമയം രാജ്ഞിയുടെ പാറാവുകാരായ 1000 മാലാഖമാർ അവിടെ തന്നെ നിലയുറപ്പിച്ചു. അവർ സംഗീതധാര പൊഴിക്കുകയും കാവൽ തുടരുകയും ചെയ്തു. വൈകാതെ ആൾക്കൂട്ടം പിരിഞ്ഞു പോകാൻ തുടങ്ങി. വിശുദ്ധ ശ്ലീഹന്മാരും മറ്റു ശിഷ്യരും ദുഃഖാർത്തരായി ഊട്ടുശാലയിലേക്ക് മടങ്ങി. 1 വർഷം മുഴുവൻ ഊട്ടുശാലയിൽ പരിശുദ്ധ രാജ്ഞിയുടെ ശരീരം പ്രസരിപ്പിച്ച സുഗന്ധം തങ്ങി നിന്നു. അവളുടെ പ്രാർത്ഥനാ സങ്കേതത്തിന്റെ ഉള്ളിൽ അത് അനേക വർഷങ്ങൾ ഉണ്ടായിരുന്നു. ഈ സങ്കേതം ജീവിതഭാരം പേറുന്നവർക്കും കഷ്ടപ്പാടിന്റെ നെരിപ്പോടിൽ എരിയുന്നവർക്കും ആശ്വാസത്തിന്റെ കേന്ദ്രമായിരുന്നു.
മാറാരോഗികൾ സുഖപ്പെട്ടു. കുറേ വർഷങ്ങൾ ഇപ്രകാരമുള്ള അത്ഭുതങ്ങളാൽ ജെറുസലേം അനുഗ്രഹീതമായി. എന്നാൽ ജെറുസലേമിന്റെയും അവിടുത്തെ നിവാസികളുടെയും പാപങ്ങൾ നഗരത്തിന്റെ മേൽ പതിച്ചു. അളവറ്റ അനുഗ്രഹങ്ങൾ ഈ നഗരത്തിന് നഷ്ടമായി. വീണ്ടും ഊട്ടുശാലയിൽ സമ്മേളിച്ചപ്പോൾ സ്ലീഹന്മാർ ഒരു തീരുമാനമെടുത്തു. സ്വർഗീയ മാലാഖമാരുടെ സംഗീതം അവസാനിക്കുന്നതുവരെ ഏതാനും ശിഷ്യന്മാർ സ്വർഗീയ രാജ്ഞിയുടെ കല്ലറ നിരീക്ഷിച്ചുകൊണ്ട് അവിടെ കഴിയണം. എന്തെന്നാൽ ഈ അത്ഭുതം എപ്പോഴാണ് അവസാനിക്കുകയെന്ന് എല്ലാവരും ആകാംക്ഷയോടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അവരിൽ കുറെ പേർ പുതിയ വിശ്വാസികളെ വേദസത്യങ്ങൾ പഠിപ്പിക്കാനും മാമോദിസ നൽകാനും പോയി. മറ്റുള്ളവർ ഉടൻ തന്നെ കല്ലറയിലേക്ക് തിരികെ വന്നു. എന്നാൽ അവരെല്ലാവരും തുടർന്നുള്ള 3 ദിവസങ്ങളിൽ ഇടയ്ക്കിടെ കബറിടം സന്ദർശിക്കുമായിരുന്നു. വിശുദ്ധ പത്രോസും വിശുദ്ധ യോഹന്നാനും കൂടെ കൂടെ അവിടേക്ക് ചെന്നുകൊണ്ടിരുന്നു. അവർ ഇടയ്ക്ക് ഊട്ടുശാലയിൽ വന്ന ശേഷം ഉടൻ തന്നെ തങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട നിധിയിരിക്കുന്ന കല്ലറയിലേക്ക് ഓടിയെത്തും. പരിശുദ്ധ മറിയത്തിന്റെ മഹത്വം സകല വിശുദ്ധരുടെയും മഹത്വത്തിനു മീതെ ഉയർന്നു നിൽക്കുന്നു. അത് ഒരു ചക്രവർത്തിനി എങ്ങനെയാണോ സാധാരണ സാമന്ത രാജ്യാധികാരികളെക്കാൾ ഉയരത്തിലായിരിക്കുന്നത് അതുപോലെ. ഈ സത്യം നമുക്ക് വിശ്വസിക്കാവുന്നതാണ്, വിശ്വസിക്കേണ്ടതുമാണ്. എന്നാൽ നശ്വര ജീവിതം നയിക്കുന്നവർക്ക് ഇത് ഗ്രഹിക്കുക സാധ്യമല്ല. നമ്മുടെ കർത്താവായ ഈശോ തന്റെ ഏറ്റവും നിർമ്മലയായ മാതാവിന്റെ ആത്മാവിനെ സ്വീകരിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച് തന്റെ വലം ഭാഗത്തിരുത്തി. എല്ലാ സൃഷ്ടികളിലും വെച്ച് അവൾ മാത്രം മരണാനന്തര വിധിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ആയതിനാൽ അവൾ തനിക്ക് നൽകപ്പെട്ട ദാനങ്ങളെ സംബന്ധിച്ച കണക്ക് ബോധിപ്പിക്കേണ്ടി വന്നില്ല. എന്തെന്നാൽ ആ വാഗ്ദാനം മുൻപേ തന്നെ നൽകപ്പെട്ടിരുന്നു. അമലോത്ഭവയായ അവൾ ആദാമിന്റെ സന്തതികൾക്കുമേൽ വയ്ക്കപ്പെട്ടിരുന്ന നിയമബന്ധനത്തിന് അതീതയായിരുന്നു. ഇക്കാരണത്താൽ തന്നെ അവൾ മറ്റുള്ളവരോടൊപ്പം അന്ത്യവിധിക്കായി നിൽക്കുന്നതിനു പകരം അവൾ സ്വപുത്രന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടയായി. അവൻ തന്റെ അമ്മയുടെ ഉദരത്തിൽ ഗർഭം ധരിക്കപ്പെട്ടപ്പോൾ ദൈവത്വത്തിന്റെ സൂര്യശോഭയണിഞ്ഞ് ഉത്തരധ്രുവ വർണ്ണരാജി പോലെ തിളങ്ങി. അത് സ്വർഗത്തിലെ സെറാഫുകളുടെ ശോഭയ്ക്കും മേലെ തിളക്കമുള്ളതായിരുന്നു. ദൈവമനുഷ്യനും അവന്റെ സൃഷ്ടിക്കുമിടയിൽ മറ്റാരും അവൾക്കുപരിയല്ല. ഈ വെളിച്ചത്തിലാണ് രക്ഷകൻ തന്നെ അവളെ ദൈവസത്തയുടെ സിംഹാസനത്തിന് മുൻപാകെ സമർപ്പിച്ചത്. അത്ഭുതകരമായ ഈ ദർശനത്തിൽ സ്തബ്ധരായി നിലകൊണ്ട സ്വർഗവാസികളുടെ സമക്ഷം ആ പരമപരിശുദ്ധ മഹത്വം ഇപ്രകാരമരുളി: നിത്യനായ പിതാവേ, ഇതാ എന്റെ ഏറ്റവും പ്രിയങ്കരിയായ അമ്മ, നിന്റെ പ്രിയപുത്രി, പരിശുദ്ധാത്മാവിനാൽ പരിലാളിതയായ വധു. നാം മുൻകൂട്ടി ഒരുക്കി വച്ചിരിക്കുന്ന അവളുടെ യോഗ്യതകളുടെ പ്രതിഫലമായ കിരീടവും മഹത്വവും സ്വീകരിക്കാൻ ഇവൾ ഇതാ സന്നിഹിതയായിരിക്കുന്നു. ഇവളാണ് മുൾച്ചെടികൾക്കിടയിൽ വളർന്ന അനാഘ്രാണ കുസുമം. മറ്റ് യാതൊരു സൃഷ്ടിക്കും അവകാശമാക്കാനോ ആഗ്രഹിക്കാനോ പോലും സാധ്യമല്ലാത്ത ഉന്നത സിംഹാസനത്തിന് ഒരേയൊരു അവകാശിനി. നാം തെരഞ്ഞെടുത്ത ഒരേ ഒരുവളത്രേ ഇവൾ. എല്ലാ സൃഷ്ടികളിലും നിന്ന് ഇവൾ വ്യതിരിക്തയാണ്. മറ്റൊരു സൃഷ്ടിക്കും സ്വന്തമാക്കാൻ കഴിയാത്ത പ്രസാദവരങ്ങളും യോഗ്യതകളും പൂർണ്ണതയും ഇവളിൽ നാം വർഷിച്ചു. ഇവളിൽ നാം നമ്മുടെ അപരിമേയവും നിറവുള്ളതുമായ ദൈവികത്വത്തിന്റെ നിധികളും ദാനങ്ങളും നിക്ഷേപിച്ചിരിക്കുന്നു. അവൾ അവയെ വിശ്വസ്തയോടെ കാത്തു സൂക്ഷിക്കുകയും നാം നൽകിയ താലന്തുകളെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. അവൾ നമ്മുടെ ഇച്ഛയുടെ മാർഗത്തിൽ നിന്ന് ഒരിക്കൽ പോലും വ്യതിചലിച്ചില്ല. അവൾ നമ്മുടെ ദൃഷ്ടിയിൽ കൃപയും സന്തോഷവും കണ്ടെത്തുകയും ചെയ്തു. എന്റെ പിതാവേ, നമ്മുടെ ന്യായസഭ ഏറ്റവും നീതിനിഷ്ഠവും കരുണാർദ്രവുമാണല്ലോ. അവിടെ നമ്മുടെ സ്നേഹിതരായവർക്ക് സമൃദ്ധമായ പ്രതിഫലങ്ങൾ നൽകപ്പെടുന്നു. അതിനാൽ എന്റെ മാതാവിന് തക്ക പ്രതിഫലം നൽകുന്നത് ന്യായവും യുക്തവുമാണ്. മറ്റാർക്കും സാധ്യമല്ലാത്ത വിധം അവൾ എന്നെ ഏറ്റവും അടുത്തനുകരിച്ചു. അതിനാൽ എന്റെ മഹത്വത്തിലുള്ള അവളുടെ പങ്കാളിത്തവും അപ്രകാരമായിരിക്കട്ടെ. അവതരിച്ച വചനത്തിന്റെ കൽപ്പന പിതാവും പരിശുദ്ധാത്മാവും സ്ഥിരീകരിച്ചു. അപ്പോൾ തന്നെ പരിശുദ്ധ മറിയം തന്റെ പുത്രനും സത്യദൈവവുമായവന്റെ വലത്തുഭാഗത്തേക്ക് ഉയർത്തപ്പെടുകയും പരിശുദ്ധ ത്രിത്വത്തിന്റെ രാജസിംഹാസനത്തിൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. നമ്മുടെ നാഥയായ രാജ്ഞിക്ക് നൽകപ്പെട്ട ഏറ്റവും ഉന്നതവും ഉദാത്തവും അനന്യവുമായ സ്ഥാനാരോഹണമാണിത്. അവൾ സ്വർഗസിംഹാസനത്തിലെ 3 ആളുകൾക്കൊപ്പം സ്ഥാപിക്കപ്പെട്ടു. ആ സ്ഥാനം അവൾ അലങ്കരിക്കുമ്പോൾ മറ്റുള്ളവർ ദാസരും കാര്യസ്ഥരുമായ ഉന്നത രാജാവിനെ സേവിക്കുന്നു. അവളുടെ സ്ഥാനത്തിന്റെ ഔന്നത്യത്തിന് ഏറ്റവും യോജിക്കുന്നതും എന്നാൽ മറ്റു സൃഷ്ടികൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തതുമാണ് അവളുടെ മേൽ ചാർത്തപ്പെട്ട മഹത്വം. അന്നേ ദിവസം കർത്താവിന്റെ പരിശുദ്ധ ഗണം
അനുഭവിച്ച ആനന്ദ അനുഭൂതികൾ അവർണ്ണനീയമാണ്. അവർ സർവശക്തന്റെ സ്തുതികീർത്തനങ്ങൾ കേട്ട് ധന്യരായി. അവർ അവിടുത്തെ മകളും അമ്മയും വധുവുമായവളുടെ മഹത്വ വിളംബരങ്ങൾ ശ്രവിച്ചു. എന്തെന്നാൽ അവളിലൂടെ അവിടുത്തെ വലത്തുകരം പണി ചെയ്തുരുവാക്കിയ സകലത്തിനെയും മഹത്വമണിയിച്ചു. കർത്താവിന് പുതിയതായി യാതൊരു മഹത്വങ്ങളും നേടാനില്ല. എന്തെന്നാൽ അപരിമേയനും അനന്തനും സർവശക്തനും ആയവന് എല്ലാ മഹത്വങ്ങളും സ്വതവേ ഉള്ളതും അവയെല്ലാം നിത്യകാലത്തേക്ക് അവനിൽ നിക്ഷിപ്തവുമാണ്. പരിശുദ്ധ മറിയത്തിന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും നിത്യമായി ദൈവമഹത്വം അണിയുകയും ചെയ്തതിന്റെ 3-ാം നാളിൽ കർത്താവ് തന്റെ തിരുഹിതം തന്റെ വിശുദ്ധരെ അറിയിച്ചു. അവൾ ആത്മശരീരങ്ങളോടെ ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് കരേറുകയും അപ്രകാരം ലോകാവസാനത്തിൽ സംഭവിക്കാനിരിക്കുന്ന പൊതുവായ ഉയിർപ്പിനായി കാക്കാതെ ദൈവത്തോടൊപ്പം വാഴുകയും വേണം. അനുഗ്രഹീതയായ ഈ രാജ്ഞി ഈ അനുഗ്രഹം സ്വീകരിക്കുന്നതിൽ പ്രദർശിപ്പിച്ച അന്തസ്സും ഔചിത്യവും പരിശുദ്ധരുടെ സമൂഹത്തിന് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവർ ഈ സംഭവത്തെ കൃത്യമായ വ്യക്തതയോടെ കാണുകയും അതിനായി നിശ്ചയിക്കപ്പെട്ട സമയം ദൈവസമക്ഷത്തു നിന്ന് തന്നെ അറിയുകയും ചെയ്തു. ആ സമയം സമാഗതമായപ്പോൾ നമ്മുടെ കർത്താവായ ക്രിസ്തു തന്നെ തന്റെ മാതാവിന്റെ ആത്മാവിനെ തന്റെ വലത്തുകരത്താൽ പിടിച്ച് സ്വർഗത്തിൽ നിന്നും അവരോഹണം ചെയ്തു. പരിശുദ്ധ അമ്മ അപ്രകാരം സ്വപുത്രനാൽ ആനയിക്കപ്പെടുന്ന സമയത്ത് അവർക്ക് അകമ്പടിയായി അനേക വൃന്ദം മാലാഖമാരും പൂർവപിതാക്കന്മാരും പുരാതന കാലത്തെ പ്രവാചകരും ഇറങ്ങിവന്നു. അവർ ജോസഫാത്തിന്റെ താഴ്വരയിലുള്ള കബറിടം സന്ദർശിച്ചു. അവർ ആ കബറിടത്തിന്റെ ചുറ്റിലും അണിനിരന്നപ്പോൾ കർത്താവ് തന്റെ വിശുദ്ധരെ സംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു: എന്റെ മാതാവ് പാപക്കറ കൂടാതെ ഉരുവാക്കപ്പെട്ടവളാകുന്നു. എന്തെന്നാൽ അവളുടെ കന്യാത്വത്തിന്റെ സത്തയിൽ നിന്ന് എനിക്ക് പാപക്കറയില്ലാത്ത മനുഷ്യരൂപം സ്വീകരിക്കാനും അപ്രകാരം ഭൂമിയിൽ പിറന്ന് ലോകത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനും അത്യാവശ്യമായിരുന്നു. എന്റെ മാംസം അവളുടേതാണ്. അവൾ എന്റെ രക്ഷാകര പ്രവർത്തനത്തിന്റെ പങ്കാളിയാകുന്നു. ആകയാൽ ഞാൻ മരണത്തിൽ നിന്നും ഉയർത്തതുപോലെ ഇവളും ഈ ദിവസം ഈ മണിക്കൂറിൽ ഉയർത്തപ്പെടണം. എന്തെന്നാൽ അവളെ ഞാൻ എല്ലാ കാര്യങ്ങളിലും എന്നെപ്പോലെയാക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവിടെ സന്നിഹിതരായിരുന്ന പുരാതന വിശുദ്ധരെല്ലാം ഈ നവ്യ വരദാനത്തെ വാഴ്ത്തുകയും പുതിയ കീർത്തനങ്ങൾ പാടി നന്ദി അർപ്പിക്കുകയും ചെയ്തു. ഇവരിൽ പ്രത്യേകമായി തങ്ങളുടെ കൃതജ്ഞതാ പ്രകടനത്തിൽ ശ്രദ്ധരായി തീർന്നവർ ആദവും ഹവ്വയും, വിശുദ്ധ അന്ന, വിശുദ്ധ യോവാക്യം, വിശുദ്ധ യൗസേപ്പ് എന്നിവരായിരുന്നു. എന്തെന്നാൽ അവർ സർവശക്തന്റെ ഈ അത്ഭുതത്തിൽ കൂടുതൽ പങ്കാളിത്തമുള്ളവരായിരുന്നല്ലോ. അതേ തുടർന്ന് ഏറ്റവും പരിശുദ്ധ രാജ്ഞിയുടെ ആത്മാവ് കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് അവളുടെ കന്യാശരീരത്തിൽ പ്രവേശിച്ചു. അത് സജീവമാകുകയും ഉയരുകയും ചെയ്തു. നവജീവനിലേക്ക് പ്രവേശിച്ച് അനശ്വരതയും മഹത്വവും പ്രാപിച്ച് സ്പഷ്ടത, സൂക്ഷ്മത തുടങ്ങിയ ആത്മാവിന്റെ സ്വഭാവങ്ങൾ ശരീരത്തിലേക്ക് പകർത്തപ്പെട്ടു. മേൽ വിവരിച്ച ഗുണങ്ങൾ സ്വന്തമാക്കിയ അനുഗ്രഹീത മാതാവ് തന്റെ കല്ലറയിൽ നിന്നും ആത്മശരീരങ്ങളോടെ പൂർണ്ണമായി പുറത്തുവന്നു. എന്നാൽ കല്ലറയുടെ മൂടിക്കല്ല് ഉയർത്തപ്പെടുകയോ അവളുടെ ശരീരത്തെ പൊതിഞ്ഞിരുന്ന മേൽവസ്ത്രത്തിനും അങ്കിക്കും സ്ഥാനചലനമുണ്ടാകുകയോ ചെയ്തില്ല. ഇതാണ് മേൽപ്പറഞ്ഞ ഗുണങ്ങളുടെ ശക്തി. അവളിൽ കണ്ട സ്വർഗീയ ലാവണ്യത്തിന്റെ പ്രഭാപൂരം വർണ്ണിക്കാൻ ശ്രമിക്കുന്നത് നിഷ്ഫലമാകുമെന്നതിനാൽ അതിനിവിടെ തുനിയുന്നില്ല. ഇവിടെ ഇത്രമാത്രം പറയാം: പരിശുദ്ധ അമ്മ എപ്രകാരം തന്റെ പരിശുദ്ധിയോടും കറ കൂടാതെയും പാപരഹിതമായും തന്റെ ദിവ്യപുത്രന് രൂപം കൊടുത്തുവോ അതിന് പ്രതിഫലമായി കർത്താവ് തന്റേതിന് സമാനമായ മഹത്വവും ലാവണ്യവും അവൾക്ക് നൽകി. നിഗൂഢവും ദൈവികവുമായ ഈ വിനിമയത്തിൽ രണ്ടുപേരും തങ്ങൾക്ക് സാധ്യമായത് നിർവഹിച്ചു. പരിശുദ്ധ മറിയം ക്രിസ്തുവിന് ജന്മം നൽകി. അതുവഴി അവനെ തന്നാലാവും വിധം സ്വായത്തമാക്കി. ക്രിസ്തുവാകട്ടെ അവളെ പുനർജീവിപ്പിച്ചു. അതുവഴി അവൾക്കുൾക്കൊള്ളാനാവും വിധം ഒരു സൃഷ്ടിയുടെ കഴിവിന്റെ പരിധിവരെ തന്റെ മഹത്വം ചൊരിഞ്ഞു. തുടർന്ന് കബറിടത്തിങ്കൽ നിന്നും ഒരു ഘോഷയാത്ര പുറപ്പെട്ടു. സ്വർഗത്തിന്റെ അത്യുന്നതങ്ങളിലേക്കുള്ള ഈ യാത്രയിൽ അലൗകിക സംഗീതം ആകാശങ്ങളിൽ ഉയർന്നു മുഴങ്ങി. ഇത് സംഭവിച്ചത് രാത്രിയുടെ അവസാന യാമത്തിലായിരുന്നു. അതിനാൽ അവിടെ കാവൽ നിന്ന ഏതാനും ശ്ലീഹന്മാരൊഴികെ മറ്റാരും അതിന് സാക്ഷികളായില്ല. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പുറപ്പെട്ട അതേ ക്രമത്തിൽ തന്നെ വിശുദ്ധരും മാലാഖമാരും അവിടെ തിരികെ പ്രവേശിച്ചു. ഏറ്റവും ഒടുവിലായി രക്ഷകനായ ക്രിസ്തു തന്റെ മാതാവായ രാജ്ഞിയെ തന്റെ വലതുഭാഗത്ത് നിർത്തിക്കൊണ്ട് പ്രവേശിച്ചു. സങ്കീർത്തനം 45:13 പറയുന്നത് പോലെ അവൾ പൊന്നു പൊതിഞ്ഞ മേലങ്കിയാൽ അലംകൃതിയായി സ്വർഗവാസികളേവരുടെയും പുകഴ്ച ഏറ്റുവാങ്ങി.
അവരെല്ലാം ഒന്നായി അവളുടെ നേർക്ക് നോക്കി. അനുഗ്രഹങ്ങളും ആശംസകളും വിജയഗീതങ്ങളും പാടി സ്തുതിച്ചു. അങ്ങനെ അവിടെ സോളമന്റെ ധ്വനിയുള്ള പുകഴ്ചയുടെ ഗീതങ്ങൾ ഉയർന്നു. വരിക സിയോൻ പുത്രിമാരെ, നിങ്ങളുടെ മഹാരാജ്ഞിയെ ദർശിക്കുക. അവളാണ് പ്രഭാതത്തിലെ നക്ഷത്രങ്ങളാൽ വാഴ്ത്തപ്പെടുന്നവൾ. അത്യുന്നതന്റെ പുത്രന്മാർ ആഘോഷമായി വരവേൽക്കുന്നവൾ. ആത്മനാഥന്റെ മേൽ ചാഞ്ഞ് വിജയിയായി കടന്നുവരുന്ന ഇവൾ ആര്? സമൃദ്ധിയായി സന്തോഷം അവൾ പകരുന്നുവല്ലോ. ഉത്തമഗീതം 3, 6, 9, 8, 5. മറ്റെല്ലാ സൃഷ്ടികൾക്കുമുപരിയായി ദൈവം സന്തോഷിക്കുകയും ചെയ്യുന്നത് ആരിലാണ്? ആരെയാണ് അവിടുന്ന് എല്ലാറ്റിനും മീതെ ഔന്നത്യം നൽകി ഉയർത്തുന്നത്? ഓ, അനന്തജ്ഞാനത്തിന് യോഗിയായ പുതുസൃഷ്ടിയെ! ഓ, അവിടുത്തെ അനന്തശക്തിയുടെ ആവിഷ്കാരമേ! അവിടുന്ന് നിന്നെ ഉദാത്തതയിലേക്കുയർത്തി നിത്യതയിൽ സ്ഥാപിക്കുന്നല്ലോ. ഈ മഹാഘോഷങ്ങളുടെ മധ്യത്തിൽ പരിശുദ്ധ മറിയം ആത്മശരീര പൂർണ്ണതയോടെ പരിശുദ്ധ ത്രിത്വത്തിന്റെ സിംഹാസനത്തിൽ എത്തി. പരിശുദ്ധ ത്രിത്വത്തിലെ 3 ആളുകളും ചേർന്ന് നിത്യതയിൽ പൂർണ്ണമാക്കപ്പെട്ടതും അഴിക്കാൻ പാടില്ലാത്ത മുദ്ര വയ്ക്കപ്പെട്ടതുമായ ആലിംഗനത്താൽ അവളെ തങ്ങളോട് ചേർത്തു പിടിച്ചു. നിത്യപിതാവ് അവളോട് പറഞ്ഞു, കൂടുതൽ ഉയരങ്ങളിലേക്കു കയറുക മകളെ, എന്റെ മാടപ്രാവേ. അവതരിച്ച വചനം ഇപ്രകാരം പറഞ്ഞു: എന്റെ മാതാവേ, എന്റെ മഹത്വത്തിന് ഹേതുവായവളെ, എന്റെ രക്ഷാകര ദൗത്യത്തിന് പ്രത്യുത്തരവും അതിന്റെ പരിപൂർണ അനുകരണവുമായവളെ, എന്റെ കയ്യിൽ നിന്നും ഇപ്പോൾ നിന്റെ പ്രതിസമ്മാനത്തെ സ്വീകരിക്കുക. രൂഹാദ് കുദിശ സംസാരിച്ചു: എന്റെ പ്രിയ വധുവായ നീ നിത്യാനന്ദത്തിൽ പ്രവേശിക്കട്ടെ. എന്തെന്നാൽ അത് ഏറ്റവും വിശ്വസ്തതയ്ക്കുള്ള സ്നേഹത്തിന്റെ വിലയാകുന്നു. വ്യഗ്രതകളില്ലാതെ പരിശുദ്ധ സ്നേഹം നീ ഇനി ആസ്വദിക്കുക. എന്തെന്നാൽ സഹനമാകുന്ന ശീതകാലം മാഞ്ഞു പോയിരിക്കുന്നു. നീ ഇതാ ഞങ്ങളുടെ നിത്യാനന്ദത്തിൽ അമർന്നിരിക്കുന്നു. തന്റെ പുതിയ അവസ്ഥയിൽ എത്രയും പരിശുദ്ധ മറിയം പരിശുദ്ധ ത്രിത്വത്തിലെ 3 ആളുകളെ ധ്യാനിച്ച് അതിൽ ലയിച്ചു. അവൾ ദൈവസത്തയാകുന്ന അതിരില്ലാത്തതും അനന്തവുമായ സമുദ്ര അഗാധതകളിൽ മുങ്ങി. വിസ്മയകരവും നവങ്ങളുമായ സന്തോഷങ്ങൾ അവൾ ആസ്വദിച്ചു. സ്വർഗീയ രാജ്ഞിയുടെ വചസ്സുകൾ. എന്റെ വത്സല മകളെ, ദൈവത്തോട് സഹകരിക്കുന്ന മനുഷ്യർക്കായി അവിടുന്ന് ഒരുക്കി വച്ചിട്ടുള്ള പ്രതിസമ്മാനങ്ങളെ അറിഞ്ഞുകൊണ്ട് തന്നെ തിരസ്കരിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ എത്ര ദാരുണമാണ്. അവരുടെ അജ്ഞതയെ ഓർത്ത് വിലപിക്കുക. അവർ നിത്യമഹത്വം നഷ്ടമാക്കുന്നു. ഇതോർത്ത് നീ കഠിനമായി ദുഃഖിക്കണം. എന്തെന്നാൽ ആരൊക്കെ നിത്യമഹത്വത്തെ മറക്കുകയും നിത്യാനന്ദത്തെ ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നുവോ, തീർച്ചയായും അവർ അവയെ നഷ്ടമാക്കും. ഈ കുറ്റത്തിൽ നിന്ന് ആരും മുക്തരല്ല. മനുഷ്യർ നിത്യസമ്മാനത്തെ പ്രതി അധ്വാനിക്കുകയും അതന്വേഷിച്ച് സ്വന്തമാക്കാനായി അഭിലഷിക്കുകയും ചെയ്യാത്തതിനാൽ മാത്രമല്ല ഇപ്രകാരമായി തീരുന്നത്. അവർ തങ്ങളുടെ സ്രഷ്ടാവിന് തങ്ങളെപ്പറ്റിയുള്ള പദ്ധതി മറന്ന് ലൗകിക അധ്വാനങ്ങളിൽ മുഴുകി തങ്ങളുടെ ജീവിതം പാഴാക്കുന്നു. തീർച്ചയായും ഈ തിരസ്കരണം ഉറവെടുക്കുന്നത് കണ്ണുകളുടെ ആർത്തിക്കും മാംസത്തിന്റെ ദുരാശകൾക്കും വഴങ്ങി ജീവിതത്തിന്റെ മിഥ്യാഭിമാനത്തിൽ കുടുങ്ങുന്നതിനാലാണ്. ഇത്തരം ജഡിക മോഹങ്ങൾക്കായി ജീവിതത്തിന്റെ ഊർജവും ആത്മാവിന്റെ ശക്തികളും സമർപ്പിച്ച ശേഷം അവരുടെ സമയവും വിശ്രമവും ചിന്തകളും നിത്യസന്തോഷത്തെ സാധകം ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്നേയില്ല. ലോകം നൽകുന്ന താൽക്കാലിക സന്തോഷങ്ങളായ ബഹുമതികൾ, സമ്പത്തുകൾ, മൃഗതൃഷ്ണകൾ എന്നിവയെല്ലാം ഈ ജീവിതം കൊണ്ട് അവസാനിക്കും. മകളെ, ഇതാണ് ദുഃഖങ്ങൾക്കപ്പുറമുള്ള ദുഃഖം. ഇത് തുല്യതയില്ലാത്തതും ഔഷധങ്ങളാൽ സുഖപ്പെടുത്താനാവാത്തതുമായ രോഗമാണ്. എന്റെ ദിവ്യപുത്രന്റെ രക്തം വിലയായി നൽകി നേടിയെടുത്ത അനേകം ആത്മാക്കൾ നാശത്തിൽ വീണ് നഷ്ടമാകുന്നതോർത്ത് വ്യാകുലപ്പെടുക. ഞാൻ നിന്നോട് ഉറപ്പായി ഒരു കാര്യം പറയുന്നു മകളെ, മനുഷ്യർ തങ്ങളെ തന്നെ അതിന് അയോഗ്യരാക്കാതിരുന്നെങ്കിൽ. നശ്വരരായ മനുഷ്യമക്കളെ, നിങ്ങൾ എന്താണീ ചെയ്യുന്നത്? എന്തു ലക്ഷ്യത്തിനായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങളുടെ ജീവിതം ദൈവത്തെ മുഖാമുഖം ദർശിക്കാനും അവന്റെ സഖിത്വം നേടാനും അവന്റെ നിത്യജീവനിൽ പങ്കാളികളാകാനും വേണ്ടിയുള്ളതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? എന്താണ് നിങ്ങൾ നനയ്ക്കുന്നത്? ആരാണ് നിങ്ങളുടെ അറിവിനെയും വിവേകത്തെയും താളം തെറ്റിച്ച് ആശയക്കുഴപ്പത്തിൽ തള്ളിവിട്ടത്? ഒരിക്കൽ നിങ്ങൾക്ക് നൽകപ്പെട്ട യഥാർത്ഥവും ശാശ്വതവുമായ ഈ അനുഗ്രഹത്തെ നഷ്ടമാക്കിയാൽ പിന്നെ നിത്യമായ സന്തോഷം എങ്ങനെ കരഗതമാകും? ഇതിനു പകരം എന്താണ് നിങ്ങൾ അന്വേഷിക്കുക? എന്തെന്നാൽ പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ലല്ലോ. ഇതാ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ഹ്രസ്വകാലത്തേക്ക് മാത്രം, എന്നാൽ പ്രതിസമ്മാനമോ നിത്യകാലത്തേക്കുള്ള മഹത്വം, ശിക്ഷയും നിത്യകാലത്തേക്ക്.